ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 3ാം യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആക്ടിവിറ്റി 1 മുതൽ നമ്മളിപ്പോൾ നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1, ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. അപ്രോപ്രിയേറ്റ് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതായത് ചേർച്ചയുള്ള പെയേഴ്സ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ പെയറുകളെ കണ്ടുപിടിക്കുക. വാക്കുകളുടെ പെയർ എന്ന് പറഞ്ഞാൽ 2 വാക്കുകളായിരിക്കും ഒരു പെയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യോജിച്ച് പോകുന്ന വാക്കുകൾ കണ്ടുപിടിക്കുക. എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ബീസ് ബസ്ഡ് എന്നുള്ളത്. അപ്പോൾ എന്താണ് അത് യോജിച്ച് പോകാൻ കാരണം? ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ, തേനീച്ചകളുടെ ശബ്ദത്തെയാണ് ബസ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ തേനീച്ചകൾ ബസ് ചെയ്തു എന്ന് നമ്മൾ പറയും. അതുപോലെ ഇതിൽ നിന്നും മറ്റ് ജീവികളുണ്ടെങ്കിൽ ആ ജീവികളെ കണ്ടുപിടിക്കുക, അവയുടെ ശബ്ദം എന്താണെന്ന് മാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തത് ആരാന്ന് നോക്കാം. അപ്പോൾ തേനീച്ചകളുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അടുത്തത് ആരെയാണ്? സ്നേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പുകൾ. അപ്പോൾ പാമ്പുകൾക്ക് മാച്ച് ആയിട്ടുള്ള സൗണ്ട് ഏതാണെന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്തത് സ്നേക്കാണ്. സ്നേക്ക് എന്ന് പറഞ്ഞാൽ പാമ്പുകൾ. അപ്പോൾ പാമ്പിൻ്റെ സൗണ്ട് ഏതാണെന്ന് നോക്കാം നമുക്ക്. പാമ്പിൻ്റെ സൗണ്ട് ഇവിടെ വരുന്നത് ഏതായിരിക്കും നിങ്ങൾക്ക് പറയാമോ? ഹിസ്റ്റ് എന്നുള്ള സൗണ്ടാണ്. HISSED. പാമ്പുകൾ ഉണ്ടാക്കുന്ന സൗണ്ടിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹിസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ തേനീച്ചകൾ ബീസ് ആണെങ്കിൽ ബസ്റ്റ്, സ്നേക്ക് ഹിസ്റ്റ്. ഇനി അടുത്തത് CLOCK, ക്ലോക്ക്. ക്ലോക്ക് ഉണ്ടല്ലോ, നമ്മൾ സമയം നോക്കുന്ന ക്ലോക്ക്. ക്ലോക്കിൻ്റെ സൗണ്ട് ഏതാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ക്ലോക്കിൻ്റെ സൗണ്ട് ഏതാണ്? ടിക്ട് എന്നാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലോക്കിൻ്റെ സൂചി അനങ്ങുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ ടിക് 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 എന്നുള്ളൊരു സൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ക്ലോക്കിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ടിക്ഡ് എന്നുള്ള ടിക് സൗണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത വാക്ക് ബേബി. അപ്പോൾ ബേബി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ബേബി എന്ന് പറയുന്നത്. ബേബീസ് ഉണ്ടാക്കുന്ന സൗണ്ട് ഏതാണെന്ന് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ബേബീസ് എന്താണ്? ഗിഗിൾഡ് എന്നാണ്. അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ഈ മോണ കാണിച്ച് ചിരിക്കില്ലേ, പല്ലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ, അങ്ങനെ ആ ഒരു മോണ കാട്ടി ചിരിക്കുന്നതിനെയാണ് ഗിഗിൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേബീസ് ആണെങ്കിൽ ഗിഗിൾഡ്. ഇനി ബെൽസിൻ്റെ സൗണ്ട് ഏതാണ്? ജിങ്കിൾഡ്. നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ജിങ്കിൾ ബെൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രിസ്മസിന് പാടുന്നത്. അപ്പോൾ ബെല്ലുകളാണെങ്കിൽ ബെൽസ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് ജിങ്കിൾ സൗണ്ട്. അപ്പോൾ ജിങ്കിൾഡ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കാൻ. ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഏതാണ്? റസിൽഡ്. RUSTLED. റസ്റ്റിൽഡ് എന്ന് വായിക്കരുത്, നമ്മൾ റസിൽഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കിട്ടിയല്ലേ. ബീസ്, ബസ്റ്റ്, സ്നേക്ക്, ഹിസ്റ്റ്, ക്ലോക്ക്, ടിക്ട്, ബേബി, ഗിഗിൾഡ്, ബെൽസ്, ജിങ്കിൾ, ലീവ്സ്, റസിൽഡ്. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാക്കുകളൊക്കെ ഒന്നുകൂടി നോക്കാം, ഉത്തരങ്ങൾ നോക്കാം. സ്നേക്ക്, ഹിസ്റ്റ്, ക്ലോക്ക്, ടിക്ട്, ബേബി, ഗിഗിൾഡ്, ബെൽസ്, ജിങ്കിൾ, ലീവ്സ്, റസിൽഡ്. അടുത്തത് ആക്ടിവിറ്റി 2. The crow saw Rocky trying to climb up the tree. Her nest was on that tree. What would be her thoughts? ആക്ടിവിറ്റി 2ൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ദ ക്രോ എന്ന് പറഞ്ഞാൽ കാക്ക കണ്ടു. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. എന്താണ് കാക്ക കണ്ടത്? റോക്കി എന്ന് പറഞ്ഞ നായ്ക്കുട്ടി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. ആ മരത്തിൻ്റെ മുകളിലേക്ക് ചാടി കയറാൻ ശ്രമിക്കുന്നത് ആ കാക്ക കണ്ടു. ഹർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അവളുടെ കൂട് ആ മരത്തിൻ്റെ മേളിലായിരുന്നു. വാസ് ഓൺ ദാറ്റ് ട്രീ എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ മേളിൽ അവളുടെ കൂടുണ്ടായിരുന്നു. കൂട്ടിൽ ആരാ? കുഞ്ഞുങ്ങളുണ്ട്. വാട്ട് വുഡ് ബി ഹർ തോട്ട്സ്. അപ്പോൾ അവളുടെ ചിന്തകൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ എഴുതണം. കാക്ക എന്തായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അവൾ താഴേക്ക് നോക്കുമ്പോൾ പട്ടിക്കുട്ടി മരത്തിൻ്റെ മേളിലേക്ക് ചാടി കയറാൻ ശ്രമിക്കുകയാണ്. മരത്തിൻ്റെ മേളിലാണെങ്കിൽ അവളുടെ വീടുണ്ട്, ആ വീട്ടിൽ അവളുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എന്തായിരിക്കാം അവളുടെ തോട്ട്സ്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ആദ്യം അവൾ ചിന്തിക്കുക എന്തായിരിക്കും? ആ നായ്ക്കുട്ടി മരത്തിൻ്റെ മേളിലേക്ക് കയറുമോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമോ, എൻ്റെ കൂടിൻ്റെ അടുത്തേക്ക് വരുമോ, അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ഇംഗ്ലീഷിൽ എഴുതാം. അപ്പോൾ ആ കാക്ക എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ 3 ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിൽ റോക്കി ക്ലൈംബ് അപ്പ് ദ ട്രീ. റോക്കി ആ മരത്തിലേക്ക് മേളിലേക്ക് കയറി വരുമോ? വിൽ ഹി റീച്ച് ദ നെസ്റ്റ്. അവൻ ആ കൂടിൻ്റെ അടുത്ത് എത്തുമോ? വിൽ ഹി ക്യാച്ച് മൈ ചിക്സ്. അവൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടികൂടുമോ? ഇതൊക്കെയാണ് ആ കാക്ക ചിന്തിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ 3ാമത്തെ ആക്ടിവിറ്റി അത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നമ്മൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. അതിനുശേഷം ഡിസ്ക്രൈബ് ഇറ്റ്
ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിവരിക്കുക. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കാണുന്നത് നമുക്ക് ആദ്യം നോക്കാം. മെയിനായിട്ട് കാണുന്നത് എന്താണ്? ഒരു റിവർ, ഒരു ലാൻഡിൻ്റെ നടുക്ക് കൂടി ഒരു നദി ഒഴുകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ നദിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനിരുന്ന് മീൻ പിടിക്കുന്നത് കാണാം, ഒരാൾ ഒരു ബോട്ടിൽ ട്രാവൽ ചെയ്യുന്നത് കാണാം. പിന്നെ ഈ നദിയുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് മരങ്ങളും ചെടികളും പൂക്കളൊക്കെ കാണാം. പൂക്കൾക്ക് ചുറ്റും പൂമ്പാറ്റകളുണ്ട്. പിന്നെ ഒരു മരത്തിൻ്റെ പൊത്തിലൊരു പാരറ്റുണ്ട്. പിന്നെ താഴെ ഒരു നായ്ക്കുട്ടി ഓടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു പശു ആ നദിയിലെ വെള്ളം കുടിക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് എഴുതി നോക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ ആ സീനിന് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. എ ബ്യൂട്ടിഫുൾ സീൻ. വളരെ മനോഹരമായ ഒരു കാഴ്ച. സീൻ എന്ന് പറഞ്ഞാൽ കാഴ്ച, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മനോഹരം. ഇനി നമുക്ക് അതിൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് നോക്കാം. ദ പിക്ചർ ഷോസ് എ ബ്ലൂ റിവർ ഫ്ലോയിങ് ത്രൂ എ ലാൻഡ്. ആ പിക്ചർ എന്ന് പറഞ്ഞാൽ ചിത്രം എന്താണ് കാണിച്ചു തരുന്നത്? ഷോസ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരിക. എ ബ്ലൂ റിവർ എന്ന് പറഞ്ഞാൽ നീല കളറിലുള്ള നദി. ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്നു. ത്രൂ എ ലാൻഡ്, ഒരു കരയിലൂടെ ഒരു നദി ഒഴുകുന്നു. ദർ ആർ മെനി ട്രീസ്, പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അവിടെ ഒത്തിരി മരങ്ങളും ചെടികളും പൂക്കളുമുണ്ട്. ബട്ടർഫ്ലൈസ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ചിത്രശലഭങ്ങൾ പൂക്കൾക്ക് ചുറ്റും കാണപ്പെടുന്നു. എ മാൻ ഈസ് ഫിഷിംഗ് ഇൻ ദ റിവർ. ഒരു മനുഷ്യൻ നദിയിൽ മീൻ പിടിക്കുന്നു. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുക. മാൻ ഈസ് ഫിഷിംഗ് ഇൻ ദ റിവർ. ഒരു മനുഷ്യൻ നദിയിൽ മീൻ പിടിക്കുന്നു. അനദർ മാൻ ഈസ് റോവിങ് ഓൺ എ ബോട്ട്. വേറൊരു മനുഷ്യൻ എന്താ ചെയ്യുന്നത്? റോയിങ് എന്ന് പറഞ്ഞാൽ തുഴയുക. ഒരു ബോട്ട് തുഴഞ്ഞു പോകുന്നു. കൗ ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ റിവർ. ഒരു പശു ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ കുടിക്കുക, വെള്ളം കുടിക്കുന്നു. ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ റിവർ എന്ന് പറഞ്ഞാൽ നദിയിൽ നിന്നും. എ പപ്പി ഈസ് റണ്ണിങ്. ഒരു നായ്ക്കുട്ടി ഓടുന്നു. എ പാരറ്റ് ഈസ് ഇൻസൈഡ് ദ ഹോൾ ഓഫ് എ ട്രീ. ഒരു തത്തമ്മ ഒരു മരത്തിൻ്റെ പൊത്തിൽ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത്. അപ്പോൾ വളരെ ചെറിയ വാക്കുകളിൽ ഏറ്റവും ചെറിയ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. എല്ലാവർക്കും അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇത് ആക്ടിവിറ്റി 4. Some pictures from the story are given in column A. Match them with the events in column B. Some pictures, കുറച്ച് ചിത്രങ്ങൾ, ഫ്രം ദ സ്റ്റോറി, നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ആ കഥയിലെ കുറച്ച് ചിത്രങ്ങൾ കോളം എയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ കോളം എ. കോളം എയിൽ ABCD അങ്ങനെ 4 ചിത്രങ്ങൾ, ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദ ഇവൻറ്റ്സ് ഇൻ കോളം ബി. ഈ ചിത്രങ്ങളെ കോളം ബിയിൽ പറഞ്ഞേക്കുന്ന സംഭവങ്ങൾ, കോളം ബിയിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4. ആ 4 സംഭവങ്ങളുമായിട്ട് മാച്ച് ചെയ്യുക, യോജിപ്പിച്ച് എഴുതുക. അപ്പോൾ ഏതാണ് ആ ചിത്രം? ആ ചിത്രത്തിന് യോജിച്ച വാക്യം വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചിത്രം എ നോക്കാം. ചിത്രം എയിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഒരു പക്ഷിക്കൂട് താഴെ വീണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഏതായിരിക്കും? പക്ഷിക്കൂടിനെ നമ്മൾ എന്താ പറയുന്നത്? നെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നെസ്റ്റ് വരുന്ന വാക്യം നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എ എന്ന് പറയുന്ന ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു പക്ഷിക്കൂട് താഴെ വീണ് കിടക്കുന്നതല്ലേ? അപ്പോൾ പക്ഷിക്കൂടിനെ നമ്മൾ നെസ്റ്റ് എന്നാണ് പറയുന്നത്. ആ നെസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞേക്കുന്ന വാക്യം കോളം ബിയിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. The crow got caught under a fallen branch. The nest fell down. The branch of the tree broke in the wind. Rocky saved the mother crow. അപ്പോൾ ഇതിൽ നെസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന വാക്യം ഏതാണെന്ന് നമുക്ക് രണ്ടാമത്തെ വാക്യമാണെന്ന് മനസ്സിലാവും അല്ലേ? കാരണം അതിൽ നെസ്റ്റ് എന്നുള്ളൊരു വാക്ക് തന്നെ വന്നിട്ടുണ്ടല്ലേ. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ദ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിളിക്കൂട്, ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ വീണു. അപ്പോൾ എ എന്ന് പറയുന്ന കോളത്തിൻ്റെ ഉത്തരം, ചിത്രത്തിൻ്റെ ഉത്തരം ഏതാണ്? രണ്ടാമത്തെ വാക്യമാണ്. ഇനി അടുത്ത ചിത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അടുത്ത ചിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു നായ്ക്കുട്ടി ഒരു മരക്കൊമ്പ് കടിച്ചു പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് അല്ലേ? എപ്പോഴാണത് നമ്മൾ പഠിച്ച കഥയിലെന്ന് ഓർത്ത് നോക്കൂ. എപ്പോഴാണ് നായ്ക്കുട്ടി ആ ഒടിഞ്ഞു വീണ കമ്പ് കടിച്ചു പിടിച്ചേക്കുന്നത്? ആ കാക്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായ്ക്കുട്ടി ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു അത് അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യം നമുക്ക് ഏതാണെന്ന് നോക്കാം. റോക്കി സേവ്ഡ് ദ മദർ ക്രോ എന്നുള്ളതാണ്. കാരണം പട്ടിക്കുട്ടിയുടെ പേര് റോക്കി എന്നാണ്. റോക്കി എന്താ ചെയ്തത്? അമ്മ കാക്കയെ രക്ഷപ്പെടുത്തിയതാണ്. സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തിയത്. എങ്ങനെയാണ്? ആ കമ്പിൻ്റെ താഴെയായിട്ട് വീണ് കിടന്ന അമ്മ കാക്കയെ അവൻ രക്ഷിച്ചത് എങ്ങനെയാണ്? ആ കമ്പ് എടുത്ത് പൊക്കി മാറ്റിക്കൊണ്ടാണ്. അപ്പോൾ റോക്കി സേവ് ദ മദർ ക്രോ എന്നുള്ളതാണ് ബി എന്ന് പറയുന്ന ചിത്രത്തിന് യോജിച്ച വാക്യം. അടുത്തത് മൂന്നാമത്തെ ചിത്രം നോക്കാം. മൂന്നാമത്തെ ചിത്രത്തിൽ
നമ്മളെന്താ കാണുന്നത്? ഒരു കാക്ക ഒരു മരക്കൊമ്പിൻ്റെ താഴെ വീണ് കിടക്കുന്നതായിട്ട്, അല്ലേ? ആ കാക്കയുടെ മേളിലൊരു മരക്കൊമ്പ് വീണ് കിടക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിന് യോജിച്ച വാക്യം ഏതാണെന്ന് നോക്കാം. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. അതല്ലേ, ഒരു കാക്ക ഒരു താഴെ വീണ് കിടക്കുന്ന മരക്കൊമ്പിന് കീഴെ പെട്ടുപോയതാണ്. അപ്പോൾ അതിന് പറ്റിയ വാക്യം ആദ്യത്തെ വാക്യമാണ്. ഇനി അവസാനത്തെ ചിത്രം നമുക്ക് നോക്കാം. അത് വളരെ എളുപ്പമാണല്ലേ? മരത്തിൽ നിന്ന് കൊമ്പ് ഒടിഞ്ഞ് വീഴുന്നതായിട്ടാണ് കാറ്റിൽ. അപ്പോൾ അതേതായിരിക്കും? ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മരക്കൊമ്പ്, ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ് വീഴുക, കാറ്റിൽ ഒടിഞ്ഞ് വീഴുക, വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓരോ ചിത്രത്തിന് യോജിച്ച വാക്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. റൈറ്റ് ഡൗൺ ദ ഇവൻറ്റ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഓർഡർ. അതായത് ഈ കാണുന്ന ഇവൻറ്റ്സ്, സംഭവങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ക്രമത്തിൽ എഴുതുക. ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ, ആ കഥയിൽ പറഞ്ഞേക്കുന്ന ക്രമം അനുസരിച്ച് ആ വാക്യങ്ങൾ നമ്മൾ എഴുതണം. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇതിലേതാണ് ആദ്യം വരുന്നത്? ആദ്യം എന്തായിരിക്കും പറ്റിയത്? ആദ്യം മരക്കൊമ്പ് കാറ്റിൽ വീശി അത് ഒടിഞ്ഞ് താഴെ വീണു, അല്ലേ? അപ്പോൾ എന്താ പറ്റിയത്? കിളിക്കൂട് താഴെ വീണു. ഒരു കാക്ക, ആ മരത്തിലുണ്ടായിരുന്ന ആ കാക്കയ്ക്ക് എന്ത് പറ്റി? ആ കാക്കയുടെ മേളിൽ ആ മരക്കൊമ്പ് വന്ന് വീണു. ഇനി എന്താ പറ്റിയത്? ആ കാക്കയെ രക്ഷിച്ചതാരാണ്? റോക്കി വന്നിട്ട് ആ കാക്കയെ രക്ഷിച്ചു. അപ്പോൾ ഇത്രയല്ലേ? ഈ ഒരു ഓർഡറിൽ നമുക്ക് എഴുതി നോക്കാം. നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ആദ്യത്തേത് ദ ബ്രാഞ്ച് ഓഫ് ദി ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. മരത്തിൻ്റെ കൊമ്പ് കാറ്റിൽ താഴെ ഒടിഞ്ഞു വീണു. രണ്ടാമത്തേത് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. കാക്കയുടെ കൂട് താഴെ വീണു. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. കാക്ക താഴെ വീണ ആ മരക്കൊമ്പിൽ കുടുങ്ങിപ്പോയി. നാലാമത്തേത് റോക്കി സേവ് ദ മദർ ക്രോ. റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി ആ അമ്മ കാക്കയെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഇത്രയാണ് ആ കഥയിൽ പറഞ്ഞേക്കുന്ന ക്രമത്തിലാണ് നമ്മളിപ്പോൾ ഓരോ സംഭവങ്ങളും എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ആക്ടിവിറ്റി 5 നമുക്ക് നോക്കാം. ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഈ കഥയിലെ ചില ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ, അതായത് അവർ പറഞ്ഞ വാക്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആർ ഗിവൺ ബിലോ. ഈ മഞ്ഞ കോളത്തിൽ കൊടുത്തേക്കുന്നതൊക്കെ ഓരോ മൃഗങ്ങളും പറഞ്ഞ അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും പറഞ്ഞ ഡയലോഗുകളാണ്. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഈ പറഞ്ഞേക്കുന്ന വാക്യം ആരാണ് പറഞ്ഞത്? ആരാണ് സ്പീക്ക് ചെയ്തത്? സ്പീക്കർ ആരാണ്? ഈ ഡയലോഗിൻ്റെ സ്പീക്കർ ആരാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. നമുക്ക് ഓരോ വാക്യങ്ങളും വായിച്ചു നോക്കാം. ആദ്യത്തെ വാക്യം എന്താ പറയുന്നത്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. പ്ലീസ് എന്നെ ശല്യപ്പെടുത്തല്ലേ. ഇതാരായിരിക്കും പറഞ്ഞത്? നമ്മുടെ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. റോക്കി എന്ന് പറയുന്ന പപ്പിയുടെ മരത്തിന് താഴെ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. പക്ഷേ അവന് പല കാരണങ്ങൾ കൊണ്ട് ഉറങ്ങാൻ സാധിച്ചില്ല, അല്ലേ? തേനീച്ചകളുടെ മൂളുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ റോക്കി പറഞ്ഞ വാക്യമല്ലേ ഇത്? യെസ്. അപ്പോൾ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഇതിൻ്റെ സ്പീക്കർ ആരാണ്? എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന കഥയിൽ ആരാണ് പറയുന്നത്? റോക്കിയാണ്. അപ്പോൾ റോക്കി എന്ന് നമ്മളിവിടെ എഴുതണം. അടുത്തത് ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. എന്നെ വിടൂ, ഞാൻ ഈ അണ്ണാനെ ഒന്ന് പിടിച്ചോട്ടെ. അതാരാണ് പറഞ്ഞത്? മരത്തിലേക്ക് ഓടിക്കയറുന്ന അണ്ണാനെ പിടിക്കാൻ വേണ്ടി പിറകെ ഓടിയത് ആരാണ്? പൂച്ചയാണ്, അല്ലേ? ഹെൽപ്പ് മീ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞത് ആരാണ്? കഥയിലെ ഏറ്റവും അവസാനം ആ അമ്മ കാക്കയുടെ മേളിൽ ഒരു മരത്തിൻ്റെ കൊമ്പ് വീണപ്പോൾ ആ കാക്ക കരഞ്ഞ് പറഞ്ഞ വാക്യമാണല്ലോ അത്. അപ്പോൾ ഇതാരാണ് പറഞ്ഞത്? മദർ ക്രോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. അപ്പോൾ പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന് പറഞ്ഞത് റോക്കി എന്ന് പറയുന്ന നായ്ക്കുട്ടി. ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. എന്നെ വിടൂ, ഞാൻ ഈ അണ്ണാനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞത് പൂച്ചയാണ്, ക്യാറ്റാണ്. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് കരഞ്ഞത് ആരാണ്? അമ്മ കാക്കയാണ്, മദർ ക്രോയാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6. Read the riddles given below. Make suitable riddles and write in the space provided. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കടങ്കഥകൾ വായിച്ചു നോക്കുക. കടങ്കഥകൾ അല്ലെങ്കിൽ കുസൃതി ചോദ്യം പോലത്തെ ചോദ്യങ്ങളായിരിക്കാം. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇനി അതിന് താഴെയായിട്ട് കുറേ ചിത്രങ്ങളും അവയ്ക്ക് നേരെ ബോക്സും കാണാമല്ലോ. അവിടെ ഈ ചിത്രത്തിന് യോജിച്ച കടങ്കഥ അല്ലെങ്കിൽ കുസൃതി ചോദ്യം നമ്മളായിട്ട് തന്നെ സ്വന്തം വാക്യത്തിൽ എഴുതണം. അപ്പോൾ അതാണ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ പാഠഭാഗത്ത് തന്നേക്കുന്ന കടങ്കഥ നമുക്ക് നോക്കാം. ഐ ഹാവ് ലോങ് ഫെതേഴ്സ്. എനിക്ക് നീളമുള്ള തൂവലുകളുണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. മഴ വരുമ്പോൾ ഞാൻ നൃത്തം ചെയ്യുന്നു. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഞാൻ വളരെ ഭംഗിയുള്ള ഒരു ആളാണ്. ഹൂ ആം ഐ. ആരാണ് ഞാൻ? അപ്പോൾ നമുക്കിതിൻ്റെ ചിത്രം നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഐ ഹാവ് ലോങ് ഫെതേഴ്സ്. കാരണം നീളമുള്ള തൂവലുകളുണ്ട്. ഡാൻസ് ഇൻ ദ റെയിൻ. മഴ വരുമ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു പക്ഷിയാണല്ലോ നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. അപ്പോൾ ആരാണിത്? യെസ്, പീക്കോക്കാണ്. പീക്കോക്ക് എന്ന് പറഞ്ഞാൽ മയിൽ, അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരവായിട്ട് പീക്കോക്ക് എന്ന് എഴുതാം.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. മൈ ബീക്ക് ഈസ് സ്ട്രോങ്, ഐ പെക്ക് ഓൺ ട്രീസ്, ഐ ഹാവ് എ ഫെദർ ക്രൗൺ, ഹൂ ആം ഐ? മൈ ബീക്ക് ഈസ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുണ്ടുകൾ വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ബലമുള്ളതാണ്, വളരെ ബലമുള്ളതാണ്. ഐ പെക്ക് ഓൺ ട്രീസ്, ഞാൻ മരത്തിൽ കൊത്തുന്നു. പെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊത്തുക, ചുണ്ടുകൊണ്ട് മരത്തിൽ കൊത്തുന്നതിനെയാണ് പെക്ക് എന്ന് പറയുന്നത്. ഐ ഹാവ് ഫെദർ ക്രൗൺ, എനിക്ക് തൂവൽ കൊണ്ട് ഉണ്ടാക്കിയ കിരീടം ഉണ്ട് തലയിൽ. അപ്പോൾ ഹൂ ആം ഐ, ആരാണ് ഞാൻ? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷിയെ കാണുന്നുണ്ട് അല്ലേ. മൈ ബീക്ക് ഈസ് സ്ട്രോങ്, നല്ല നീളമുള്ള ഒരു ചുണ്ടുണ്ട്. ഐ പെക്ക് ഓൺ ട്രീസ്, മരത്തിൽ ഇങ്ങനെ കൊത്തുന്നതായിട്ട് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതാണ് ആ പക്ഷി. ഐ ഹാവ് എ ഫെദർ ക്രൗൺ, തൂവൽ കൊണ്ടുള്ള ഒരു കിരീടം കാണാം. അപ്പോൾ ആരാണിത്? മരംകൊത്തി അല്ലേ. അപ്പോൾ മരംകൊത്തി എന്താ പറയുന്നത്? വുഡ് പെക്കർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? വുഡ് പെക്കർ. വുഡ് പെക്കർ എന്ന് പറഞ്ഞാൽ മരംകൊത്തി. ഇനി നമുക്ക് അടുത്തത് ചിത്രം നോക്കിയിട്ട് അതിന് യോജിച്ച ചോദ്യം തയ്യാറാക്കണം. അപ്പോൾ ഈ ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? ഒരു നായ്ക്കുട്ടിയെ, ഒരു നായയെയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നായയുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ നമ്മൾ കുറച്ച് പ്രത്യേകതകൾ എഴുതിയിട്ട് ഹൂ ആം ഐ എന്നുള്ള ചോദ്യം ചോദിക്കണം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇവിടെ 3 പ്രത്യേകതകളാണ് എഴുതേണ്ടത്. അപ്പോൾ നായയെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ പറയാവോ? ഏതൊക്കെയാണ്? ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഒരു വളർത്തു മൃഗമാണ് നായ അല്ലേ. പിന്നെ നായയാണ് വീട് കാക്കുന്നത്. പിന്നെ എന്താണ് പറയാൻ പറ്റുന്നത്? ഈ നായ കുരയ്ക്കുന്നത് എങ്ങനെയാണ്? ഭൗ ഭൗ എന്ന് പറഞ്ഞിട്ടാണ് കുരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ആ 3 വാക്യങ്ങൾ നമുക്ക് എഴുതാം. ഐ എം എ പെറ്റ് ആനിമൽ, ഞാനൊരു വളർത്തു മൃഗമാണ്. ഐ ലുക്ക് ആഫ്റ്റർ യുവർ ഹോം, ഐ ലുക്ക് ആഫ്റ്റർ യുവർ ഹോം, ഞാൻ നിങ്ങളുടെ വീട് കാത്തു പരിപാലിക്കുന്നു. ഐ ബാക്ക് ബൗ ബൗ, ഞാൻ ബൗ ബൗ എന്ന് കുരയ്ക്കുന്നു. ഹൂ ആം ഐ, ഞാൻ ആരാണ്? അപ്പോൾ ആരാണ്? ഡോഗ് എന്നുള്ള ഉത്തരം വന്നു അല്ലേ. ബാക്ക് ബൗ ബൗ എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അത് ഡോഗാണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം. അടുത്ത ചിത്രം എന്താണ്? ഒരു ആനയുടെ ചിത്രമാണ് അല്ലേ. അപ്പോൾ ആനയെ പറ്റി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ആനയുടെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു നോക്കാം. ആദ്യം എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഇനിയുള്ളത് ആനയുടെ നിറം എന്താണ്? കറുപ്പാണെന്ന് നമുക്കറിയാം അല്ലേ. കറുത്തിട്ടാണ്. പിന്നെ ആനയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നീളമുള്ള മൂക്കുണ്ട് അല്ലേ. ഇനി ആരാകുന്നു ഞാൻ? അങ്ങനെ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ലാൻഡ്, ഞാനാണ് കരയിലെ ഏറ്റവും വലിയ മൃഗം. ഐ ആം ബ്ലാക്ക് ഇൻ കളർ, ഞാൻ നിറത്തിൽ കറുപ്പ് നിറമുള്ള ജീവിയാണ്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്, എനിക്ക് നീളമുള്ള മൂക്കുണ്ട്. ഹൂ ആം ഐ, ആരാകുന്നു ഞാൻ? ആരാണത്? എലഫൻറ്റ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. വൺ ഈസ് ഡൺ ഫോർ യു. അപ്പോൾ നമുക്ക് നോക്കാം. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ്. അപ്പോൾ ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, കുറേ മൃഗങ്ങളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ യങ് വൺസ്, മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും. യങ് വൺസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ. ഐഡൻറ്റിഫൈ ദം, ആരാണ് അവ എന്ന് തിരിച്ചറിയുക. ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ പൂരിപ്പിക്കാനുള്ള സ്ഥലത്ത് അവിടെ മിസ്സായിട്ടുള്ള വാക്ക് ഏതാണോ അത് നമ്മൾ എഴുതി ചേർക്കുക. വൺ ഈസ് ഡൺ ഫോർ യു, ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് തന്നേക്കുന്നതെന്ന് നോക്കാം. ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന ഒരു പശുവും പശുക്കിടാവും അല്ലേ. അപ്പോൾ പശുവിനെ നമ്മൾ കവ് എന്ന് വിളിക്കും, പശുവിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കാഫ് എന്നാണ്. ഇനി അടുത്ത ചിത്രം നോക്കിയേ. അടുത്ത ചിത്രത്തിൽ കാണുന്നത് ഒരു നായയും അതിൻ്റെ കുഞ്ഞുമാണ്, നായ്ക്കുട്ടിയുമാണ്. ഇനി പേര് തന്നേക്കുന്നത് എന്താ? നായ്ക്കുട്ടീനെ നമ്മൾ പപ്പി എന്നാണ് വിളിക്കുന്നത് അല്ലേ. പട്ടിയുടെ കുഞ്ഞിനെ നമ്മൾ പപ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്മയെ അല്ലെങ്കിൽ വലിയ പട്ടിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡോഗ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കവിടെ ഡോഗ് എന്ന് എഴുതി ചേർക്കാം. അപ്പോൾ അടുത്ത ചിത്രത്തിന് താഴെ നമുക്ക് എന്ത് എഴുതാം? ഡോഗ് എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പൂച്ചയും അതിൻ്റെ കുഞ്ഞുമാണ്. താഴെ പേര് കൊടുത്തേക്കുന്നത് ക്യാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തള്ളപ്പൂച്ചയ്ക്ക് ക്യാറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ കുഞ്ഞിനെ നമ്മൾ വിളിക്കുന്നത് കിറ്റൻ. അപ്പോൾ ക്യാറ്റ് അതായത് പൂച്ചയുടെ ചെറിയ കുഞ്ഞിനെ വിളിക്കുന്നത് കിറ്റൻ എന്നാണ്. അപ്പോൾ ക്യാറ്റും കിറ്റനും. ഇനി അടുത്ത ചിത്രത്തിൽ കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു ആടും അതിൻ്റെ കുഞ്ഞുമാണ്. ആടിൻ്റെ കുഞ്ഞിനെ കിഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തള്ള ആടിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഗോട്ട് എന്നാണ്. അപ്പോൾ ഗോട്ടും കിഡും. ഇനി നമുക്ക് അതിന് താഴെയുള്ള ചിത്രം നോക്കാം. താഴെ കാണുന്നത് എന്താണ്? ഒരു കാക്കയും അതിൻ്റെ കുഞ്ഞുമാണ്. കാക്കയുടെ കുഞ്ഞിനെ ചിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് കാക്ക, തള്ളക്കാക്കയും അതിൻ്റെ കുഞ്ഞുമാണ്. തള്ളക്കാക്കയെ നമ്മൾ ക്രോ എന്നാണ് പറയുന്നത്. ക്രോയും ചിക്കും. ഇനി അടുത്ത പടത്തിൽ കാണുന്നത് ഒരു മൂങ്ങയും അതിൻ്റെ കുഞ്ഞുമാണ്. മൂങ്ങയുടെ കുഞ്ഞിനെ ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്, ഔലെറ്റ് എന്നാണ് പറയുന്നത്.
ഇനി മൂങ്ങയ്ക്ക് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മൂങ്ങയ്ക്ക് ഔൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഔളും ഔലറ്റും. നമുക്ക് ഒന്നുകൂടിയും ഇതിൻ്റെ പേരുകളൊന്ന് നോക്കാം. കൗവിൻ്റെ ചെറിയ കുഞ്ഞിനെ നമ്മൾ കാഫ് എന്നാണ് പറയുന്നത്. ഡോഗ് ആണെങ്കിൽ പപ്പി, ക്യാറ്റ് കിറ്റൻ, ഗോട്ട് കിറ്റ്, ക്രോ ചിക്ക്, ഔൾ ഔലറ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് റീഡ് എ പോം ആൻഡ് റിസൈറ്റ്. ഇവിടെ താഴെ ഒരു പോം കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ വായിച്ച് നോക്കുക, റിസൈറ്റ് ചെയ്ത് നോക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൊടുത്തേക്കുന്ന ഒരു ചിത്രം കൂടി നമുക്ക് നോക്കാം. റിസൈറ്റ് എന്ന് പറഞ്ഞാൽ പദ്യം ചൊല്ലുക എന്നുള്ളതാണ്. ആ പദ്യം ഒന്നുകിൽ നോക്കി വായിക്കാം, അല്ലെങ്കിൽ പഠിച്ചിട്ട് കാണാതെ ചൊല്ലി നോക്കാം എന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് താഴെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ചിത്രം കൂടി നമുക്ക് നോക്കാം. ഒരു മരമുണ്ട്, ആ മരത്തിൽ നിറയെ പൂക്കളാണ്. മരത്തിലൊരു പെൺകുട്ടി കയറിയിരിക്കുന്നതും പിന്നെ ആ മരത്തിൽ പക്ഷികൾ, അതേപോലെ തന്നെ അണ്ണാനുണ്ട്, കുറച്ച് മൃഗങ്ങളുണ്ട്. പിന്നെ താഴെ എന്താ കാണുന്നത്, കുറച്ച് കൂട്ടുകാരായിരിക്കും, സുഹൃത്തുക്കൾ ചേർന്നിട്ട് മരം നടുന്നതും പ്രകൃതിയായിട്ട് അവർ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമാണ് കാണുന്നത് അല്ലേ. അടുത്തൊരു പൂച്ചയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു കവിത ആയിരിക്കാം. അപ്പോൾ നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. ഹാപ്പിനെസ്, സന്തോഷം എന്നാണ് ഹാപ്പിനെസ്സിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ എല്ലാവരും സന്തോഷവാന്മാരാണ് അല്ലേ. കൂട്ടുകാരും അതായത് മൃഗങ്ങളും പക്ഷികളും പൂമ്പാറ്റകളൊക്കെ ഒരുമിച്ച് ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു പടമാണ്. നമ്മൾ ആ പാഠഭാഗത്ത് കണ്ട പോലെ ഹാർമണിയിലാണ് അവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നതായിട്ടാണ്. എവിടെയാണ് ഒത്തൊരുമയുള്ളത് അവിടെയൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ ഹാപ്പിനെസ് എന്നാണ് ഈ കവിതയുടെ പേര്. A seed is happy when it becomes a root. A root is happy when it becomes a bud. A bud is happy when it becomes a stem, and a stem is happy when it becomes a flower. അപ്പോൾ ഇതാണ് ഈ ഒരു പദ്യം. അത് എഴുതിയേക്കുന്ന കവിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അക്ഷോണ ദില്ലിബയോ. ചെറിയൊരു കവിതയാണ് അല്ലേ, പക്ഷെ എന്നാൽ അതിൽ നല്ല അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ സന്തോഷത്തെ പറ്റിയല്ലേ. എ സീഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട് എന്ന് പറഞ്ഞാൽ എ സീഡ് ഒരു വിത്ത് സന്തോഷിക്കുന്നു. എപ്പോഴാണ് സന്തോഷിക്കുന്നത്? വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്, അതിന് വേര് വരുമ്പോൾ അല്ലേ. ഒരു വിത്ത് അതിന് വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്ന് ഇറങ്ങുമ്പോൾ അത് സന്തോഷിക്കും. എ റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്, ഒരു വേര് അതിനെപ്പോഴാണ് സന്തോഷം വരുന്നത്? റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്, അതിന് മുള വരുമ്പോൾ. ബഡ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് എപ്പോഴാണ് ബഡ് ആവുന്നത്? ആ വേര് കുറച്ച് നാൾ കഴിഞ്ഞ് അത് അതിന് വളമൊക്കെ കിട്ടി അത് മുളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തളിർക്കുമ്പോഴാണ് അതിനെ ബഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു വേരിന് സന്തോഷം വരുന്നത് എപ്പോഴാണ്? ആ വേര് മരം ആവാൻ വേണ്ടിയിട്ട് അത് മുളയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ചെടി ആവാൻ വേണ്ടിയിട്ട് അത് തളിർക്കുമ്പോൾ, അത് മുളച്ച് വരുമ്പോഴാണ് അതിന് സന്തോഷം വരുന്നത്. എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം. അപ്പോൾ ഈ മുളച്ച് വന്ന ആ മുള അതിന് എപ്പോഴാണ് സന്തോഷം വരുന്നത്? എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം. അതൊരു തണ്ടായിട്ട് മാറുമ്പോൾ, ആ മുള ഒരു തണ്ടായിട്ട് മാറുമ്പോഴാണ്, ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ തണ്ടായിട്ട് മാറുമ്പോഴാണ് അതിന് സന്തോഷം വരുന്നത്. ആൻഡ് എ സ്റ്റെം ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. ആ തണ്ടിന് എപ്പോഴാണ് സന്തോഷം വരുന്നതെന്ന് പറഞ്ഞേക്കുന്നത്? എ സ്റ്റെം ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. അതൊരു പൂവായി മാറുമ്പോഴാണ്, ആ ചെടി കുറച്ചും കൂടി വളർന്നു കഴിയുമ്പോൾ ആ തണ്ടിൽ അല്ലെങ്കിൽ ആ കൊമ്പിൽ ഒരു പൂവ് വിരിയുമ്പോഴാണ് അത് സന്തോഷിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു കവിതയുടെ അർത്ഥം. അപ്പോൾ സന്തോഷം എന്നുള്ള ഇതാണ് ആ കവിതയുടെ തീമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8, മേക്ക് സിമിലർ സെൻറ്റൻസസ് യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ ഒരു ബോക്സിൽ കുറച്ച് ക്ലൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മളോട് ഇതുപോലെയുള്ള സെൻറ്റൻസ്, നമ്മൾ ഇതിന് മുന്നേ കണ്ട ആ കവിതയിൽ പറഞ്ഞേക്കുന്ന വാക്യങ്ങൾ പോലെ സ്വന്തമായിട്ട് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ താഴെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. ഒരു അച്ഛൻ എപ്പോഴാണ് സന്തോഷിക്കുന്നത്? എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം സുരക്ഷിതമായിരിക്കുന്നത്, സേഫ് ആയിരിക്കുന്നത്, അപ്പോഴാണ് ഒരച്ഛൻ സന്തോഷിക്കുന്നത്. അതുപോലെ ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്, മദറുണ്ട്, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ്. അപ്പോൾ ഫാദറിൻ്റെ നമ്മളിവിടെ ഓൾറെഡി എഴുതി. ഇനി അടുത്ത ആളുകളും വ്യക്തികളും അവരെപ്പോഴാണ് സന്തോഷിക്കുന്നതെന്ന് എഴുതണം. അപ്പോൾ ആദ്യത്തേത് കൊടുത്തേക്കുന്നത് എന്താ? ടീച്ചർ. ടീച്ചറിന് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്? ടീച്ചറിൻ്റെ കുട്ടികൾ നല്ലപോലെ പഠിക്കുമ്പോഴല്ലേ. അപ്പോൾ ടീച്ചർ ഈസ് ഹാപ്പി. എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? വെൻ ഹർ സ്റ്റുഡൻസ് ലേൺ വെൽ, അല്ലെ, കുട്ടികൾ നല്ലപോലെ പഠിക്കുമ്പോൾ. ഇനി ഒരു അമ്മയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് എപ്പോഴാണ് സന്തോഷം വരുന്നത്? മദർ ഈസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ്. സ്നേഹം കിട്ടുമ്പോഴാണ് അല്ലേ അമ്മയ്ക്ക് സന്തോഷം വരുന്നത്.
അടുത്തത് ഫാദറിനെ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി. ഇനി അടുത്തത് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അപ്പൂപ്പൻ. അപ്പൂപ്പൻ എപ്പോഴാണ് സന്തോഷം വരുന്നത്? ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് കെയർ. അല്ലേ, പ്രായമായ ആളുകൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾ കെയർ കൊടുക്കണം, അവരെ നമ്മൾ കരുതലോടെ കാണണം. അപ്പോൾ അവർക്ക് വേണ്ട കരുതൽ കൊടുക്കുമ്പോഴാണ് അവർ സന്തോഷിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? വെൻ ഹി ഗെറ്റ്സ് കെയർ. ഇനി ഏറ്റവും ലാസ്റ്റ് കിഡിൻ്റെ കാര്യമാണ്. കിഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എപ്പോഴാണ് സന്തോഷിക്കുന്നത്? ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ, അല്ലേ. അപ്പോൾ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് എ ടോയ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഉത്തരം. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. അതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ടീച്ചർ അല്ലേ. ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹർ സ്റ്റുഡൻസ് ലേൺ വെൽ. ഒരു ടീച്ചർ എപ്പോഴാണ് സന്തോഷിക്കുന്നത്? അവരുടെ കുട്ടികൾ നല്ലപോലെ പഠിക്കുമ്പോൾ. A mother becomes happy when she gets love. A grandfather becomes happy when he gets care. A kid becomes happy when he gets a toy. ഇനി അടുത്ത ആക്ടിവിറ്റി. Here is a short poem. Activity 9. Here is a short poem about a parrot. Read it. ഇവിടെ ഒരു പാരറ്റിനെ പറ്റിയുള്ളൊരു ചെറിയൊരു കവിത കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക. ഗ്രീൻ പാരറ്റ്, പച്ച തത്ത. ഗ്രീൻ പാരറ്റ്, how do you cry? Screech, screech, screech goes my cry. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഗ്രീൻ പാരറ്റ്, പച്ച തത്ത എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഗ്രീൻ പാരറ്റ് how do you cry? പച്ച തത്തേ എങ്ങനെയാണ് നീ കരയുന്നത്? Screech, screech, screech goes my cry. Screech, screech, screech ഇങ്ങനെയാണ് ഞാൻ കരയുന്നത്. ഇതാണ് അതിൻ്റെ അർത്ഥം. Now write 4 lines about a crow. Give a title to. അപ്പോൾ ഇതുപോലെ കാക്കയെ പറ്റി 4 വരികൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ ഒരു ടൈറ്റിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പച്ച തത്ത എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ കാക്കയ്ക്ക് നമ്മളെങ്ങനെ പറയും? ബ്ലാക്ക് ക്രോ, അല്ലേ, കറുത്ത കാക്ക. ഇനി എന്തൊക്കെ 4 വരികളാണ്? ഇവിടെ ഗ്രീൻ പാരറ്റ് എന്ന് പറഞ്ഞപ്പോൾ ബ്ലാക്ക് ക്രോ ഹൗ ഡു യു ക്രൈ. കാക്ക എങ്ങനെയാണ് കരയുന്നത്? ക്രാ 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 അങ്ങനെയല്ലേ. അപ്പോൾ ക്രാ 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 ഗോസ് മൈ ക്രൈ. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ബ്ലാക്ക് ക്രോ ഹൗ ഡു യു ക്രൈ. ക്രാ 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 ഗോസ് മൈ ക്രൈ. ഇനി അടുത്ത ചോദ്യം. റൈറ്റ് എ സ്റ്റാൻസ അബൌട്ട് എ ക്യാറ്റ്. ഗീവ് എ ടൈറ്റിൽ ടു. അപ്പോൾ ഒരു സ്റ്റാൻസ എഴുതാൻ പറഞ്ഞേക്കാണ്. സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ 4 വരിയാവാം. അപ്പോൾ അബൌട്ട് എ ക്യാറ്റ്, ഒരു പൂച്ചയെ പറ്റിയാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഗീവ് എ ടൈറ്റിൽ ടു, ഒരു തലക്കെട്ടും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് ക്രോ എഴുതിയ പോലെ തന്നെ നമുക്കിവിടെ എന്ത് എഴുതാം? പൂച്ചയാണെങ്കിൽ ക്യാറ്റ് എന്ന് പറയും. ഇവിടെ കളർ വൈറ്റ് അല്ലേ, അപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്ന് കൊടുക്കാം. നമ്മളെങ്ങനെയാണ്? വൈറ്റ് ക്യാറ്റ് ഹൗ ഡു യു ക്രൈ. അപ്പോൾ പൂച്ച എങ്ങനെയാണ് കരയുന്നത്? മ്യാവ്, ആ ഒരു സൗണ്ട് അല്ലേ. അപ്പോൾ മ്യാവ് ഗോസ് മൈ ക്രൈ. നമുക്കതൊന്ന് എഴുതി നോക്കാം. വൈറ്റ് ക്യാറ്റ് ഹൗ ഡു യു ക്രൈ. മ്യാവ് ഗോസ് മൈ ക്രൈ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ സെൻറ്റൻസ് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ മ്യാവ് എന്നുള്ളതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ വേണം. ഇതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് 3ാം ക്ലാസ്സിലെ 3ാം യൂണിറ്റിലെ ആക്ടിവിറ്റീസിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോയാണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.